ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചേച്ചിമാരെല്ലാവരും പറഞ്ഞ ആ റിക്വസ്റ്റ് വീഡിയോ കേട്ടോ, നമ്മുടെ നാട്ടിൻപുറമൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനും വലിയനീത്തിയും ചെറിയനീത്തിയും കുട്ടിയും അമ്മ എല്ലാവരും കൂടി സിറ്റൗട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ താഴത്തെ വീട്ടിലേക്ക് മേമയുടെ വീട്ടിൽ പോയിട്ട് വരികയാണ് കേട്ടോ. മേമേനെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തോടിൻ്റെ സൈഡ് തന്നെയാണ് ഞങ്ങളുടെ വീട്. അപ്പം നേരെ താഴേക്ക് പോകണം കുറച്ചിൻ്റെ മേമയുടെ അമ്മയുടെ നേരെ താഴെ അനിയത്തിയുടെ വീട്ടിലേക്ക് കേട്ടോ. അപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്ന തോടാണിത്. അപ്പം അത് മേമയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇത് തന്നെ പോണത് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നൊരു 2 തോട് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടാണ് മേമയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. അപ്പം മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഈ ചേച്ചിയുടെ വീട്ടിൽ കൂടെയൊക്കെ നിറച്ച് വെള്ളം കയറും കേട്ടോ. അവരുടെയൊക്കെ തറയുടെ ഒപ്പം വെള്ളം വരും. അപ്പോൾ അവരൊക്കെ അലക്കുകയൊക്കെ ചെയ്യപ്പെടുന്നു കേട്ടോ. അപ്പോൾ തോട്ടിലെല്ലാം വെള്ളം കുറവാണ്. പിന്നെ അതിൻ്റെ മേമയുടെ വീടിൻ്റെ ഏതാണ്ടോ പുറകിലൊക്കെ ഇങ്ങനെ പാടാണ് കേട്ടോ. അപ്പോൾ അവിടെയൊന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്പോൾ അങ്ങനെ തരിശായിട്ട് അങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ മേമേനെ കാണാൻ വേണ്ടി പോയപ്പോൾ മേമ അവിടെ ഇല്ലേനു കേട്ടോ. മേമയുടെ മോളുടെ വീട്ടിൽ പോയിരിക്കാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ തോട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ കനാലിൻ്റെ മുകളിലൊക്കെ കയറിയത് കേട്ടോ. അത് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ കുറച്ച് പൊക്കാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കനാൽ പൊക്കാണ്. അപ്പോൾ കനാലാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണത്. തോട് വീടിൻ്റെ ഒരു സൈഡിൽ കൂടെയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തറവാട്ടിലുള്ള മേമ അപ്പുറത്തെ പറമ്പിൽ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. പണി കഴിഞ്ഞിട്ട് വരികയാണ്. അവിടെ വാഴയ്ക്ക് നനയ്ക്കാനൊക്കെ പോയിട്ട് വരികയാണ്. അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം നടക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അനിയത്തിയും കുട്ടികളും എല്ലാവരും കൂടി ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പോൾ കനാലിലൊക്കെ എങ്ങനെ വെള്ളം ഉണ്ടായിരുന്ന കനാലാണ്. അപ്പോൾ നിങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വറ്റി വരണ്ട് കിടക്കുക കേട്ടോ. ഇങ്ങനെയൊന്നും ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ കൊറ്റികളും പറവകളും എല്ലാം കൂടി അതാണ്ടോ മീനിങ്ങനെ മീൻ കഴിക്കാനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഫുള്ള് ഒരു സൈഡ് ഇങ്ങനെ വറ്റി ഇങ്ങനെ വരിക. തോട്ടിലും തീരെ വെള്ളമല്ല. ഇന്ന് തോട് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ കുറേ വെള്ളം തേവാനൊക്കെ പാളി അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓടി കളിക്കട്ടോ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മഴക്കാറുണ്ട്. ചിലപ്പോൾ മഴ പെയ്യായിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഇടിയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു മുരളിച്ച. വേറെ എവിടെയെങ്കിലുമൊക്കെ പെയ്യുന്നതിൻ്റെ ഒരു ശാഖയുടെ ഒരു ശബ്ദമൊക്കെ കണ്ടില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീർക്കാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പറന്നു പോവുകയാണ്. ഒക്കെ മീനൊക്കെ തിന്നാൻ വന്നിട്ട് എല്ലാം വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കണ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ചെറുതാവണ സമയത്തൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങണതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ മീൻ പിടിക്കും. അത് നല്ല രസമാണ്. ഇങ്ങനെ ചണ്ടിയൊക്കെ മാറ്റി മീൻ പൊളയുമ്പോൾ മീന് തച്ച് പിടിക്കുന്നത് പൊന്തയും കൊണ്ടൊക്കെ ഞങ്ങൾ തച്ച് പിടിക്കുമായിരുന്നു. ഞങ്ങൾ കുട്ടികളല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇങ്ങനെ തേവാനോ അങ്ങനെ പിടിക്കാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം കനാലിൻ്റെ മേളിൽക്കൂടൊക്കെ തന്നെ ഇങ്ങനെ അങ്ങോട്ടും കൂടെയൊക്കെ കുറച്ച് നേരം നടന്നു. നല്ല ചൂടല്ലേ, കുട്ടികൾക്കൊന്നും ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ട്രൗസർ മാത്രമേ ഇട്ട്, ഷർട്ടൊക്കെ അവരെന്നെ ഊരി ഇട്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ നേരെ അപ്പുറത്തുള്ള ചേട്ടായി അവരുടെ പേരക്കുട്ടികളെയും കൊണ്ട് കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ പോയിട്ട് വരികയാണ്. അപ്പോൾ അവർ ഈസ്റ്ററിനൊന്നും എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ കുട്ടികളെ അവർ കാഞ്ഞിരപ്പുഴ ഡാം കാണിക്കാൻ വേണ്ടി പോയിട്ട് വരിക കേട്ടോ. അവരങ്ങനെ പോയിട്ട് വന്ന് കുട്ടികളെ വീട്ടിൽ അവിടെ കനാലിൻ്റെ മുകളിൽ തന്നെ ഇറക്കിയിട്ട് കുട്ടികളെ അങ്ങോട്ട് താഴത്തേക്ക് പോയി. ചേട്ടായി എന്തോ അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊന്നംകോട്ടേക്ക് പോയിട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് അവരോടൊക്കെ സംസാരിച്ച് അവർക്ക് വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ അവരെയൊന്നും ഉൾപ്പെടുത്തിയില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നല്ല അങ്ങോട്ട് ഇരുണ്ട് വന്നു കേട്ടോ. മഴ ചാറാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം പെട്ടെന്ന് ഓടി വന്നു കേട്ടോ, ഞാനും കുട്ടികളും അനിയത്തിയൊക്കെ. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്കൊക്കെ വന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. പിന്നെ നമ്മുടെ നാടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ നല്ല മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ടാണ് മഴ ചാറുന്നത്. നല്ല മഴ പെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെ മഴക്കാറൊക്കെ വന്നത്. അപ്പോൾ അനിയത്തിയുടെ ഭർത്താവുണ്ട് വന്നിട്ട്, അവന് ജോലി സ്ഥലത്തായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് കുട്ടികളുണ്ടല്ലോ ആ തോട്ടിലിറങ്ങിയിട്ട് പരല് മീൻ പിടിച്ച് കൊടുക്കുകയാണ് അവർക്ക് കേട്ടോ. അപ്പോൾ കുട്ടികൾ എല്ലാവരും കൂടി മഴച്ചാറ്റിൽ
കൊള്ളണ്ടാറിട്ട് തലയിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് സിറ്റ് ഔട്ടിലിരിക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് ഓടിപ്പോവും എത്ര മീൻ കിട്ടിയെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലോണം മഴ പെയ്തു കേട്ടോ. മഴ പെയ്ത സമയത്ത് വലിയനിയത്തി കുറച്ച് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അത് ഇരുന്നിട്ട് ബേക്കറിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നെ നല്ല മഴ പെയ്തു കേട്ടോ. ആ നല്ല മഴ പെയ്ത സമയത്ത് അനിയത്തിയുടെ ഭർത്താവിൻ്റെ ദേഹത്ത് കൂടെയൊക്കെ നിറച്ച് ചൂടൂരുക, കുട്ടികളുടെയൊക്കെ കേട്ടോ. കുട്ടികളുടെ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ചൂടൂരുക. അപ്പം മഴയത്ത് ഇറങ്ങി നിന്ന് അങ്ങനെ പുതുമഴ പെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ചൂടൂര് പോകുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ പഴമക്കാരൊക്കെ, കാരണന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരുടെയും തലയൊക്കെ ഓരോ കവറൊക്കെ ഇട്ട് കൊടുത്തു ഞങ്ങൾ. പ്ലാസ്റ്റിക് കവറില്ലേ, നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരുന്ന കവർ ഉണ്ടായിരുന്നു. അതൊക്കെ അമ്മ ഇങ്ങനെ ഹരിതസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഓരോ കവർ എല്ലാവരുടെയും തലയിലൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാവരെയും മഴയെത്തിക്കാണ്ട് വിട്ടു. എന്നാൽ ചൂടൂരു ഉണ്ടെങ്കിൽ ചൂട് പൊട്ടുന്നത് അതങ്ങോട്ട് കുറവായി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ല മഴ പെയ്യാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും അതാ മഴയെത്തിക്കാണ്ട് പോയി ഓടിക്കളിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും വേണമെന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.